ഒരു ഭരണവർഗ പാർട്ടിയായി മാറുകയും ഒരു ഭരണകൂടത്തിന്റെ എല്ലാ വൃത്തികേടുകളെയും അസംബന്ധങ്ങളെയും അനീതികളെയും അത് കൃത്യമായി കൊണ്ടു നടക്കുന്ന, അതിനെ ഗർഭം ധരിച്ചിരിക്കുന്ന, വീണ്ടും വീണ്ടും ഗർഭം ധരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഘടന മാത്രമായി മാറിയപ്പോ അതിനകത്ത് നിന്ന് ഒരിക്കലും തന്നെ ഇനി അതിനകത്ത് നിന്ന് ഒരു വിശുദ്ധനായിരിക്കുന്ന ഒരു രക്തസാക്ഷി ഉണ്ടാവില്ല. ആ പാർട്ടി വാസ്തവത്തിൽ എന്തായാലും സഹാറ മരുഭൂമി പോലെ അത് ഊഷരമാക്കപ്പെട്ടിരിക്കുന്ന പാർട്ടിയാണ്. വെള്ളം അടിച്ചിട്ട് ഓത്തിയിൽ വീണവൻ, പിന്നെ പേട്ടടി വാങ്ങി മരിച്ചവൻ, തമ്മാരുണ്ടാക്കിയ കുടുംബവഴക്കിനെ കുറിച്ച് പിന്നെ മരിച്ചവൻ, കള്ള് ഷാപ്പിൽ നിന്ന് അടികൊണ്ട് മരിച്ചവൻ, ഇവനെല്ലാമാണ് ഇപ്പൊ ഇവർ രക്തസാക്ഷി എന്ന് എന്ന് പറയുന്ന ഒരു പദത്തിനെ കൊണ്ടുപോയിട്ട് ഒരു ആഭാസമായി വെച്ച് കിട്ടുന്നത്. കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ഷൈജു, സുബീഷ് എന്നിവരുടെ പേരിൽ CPM രക്തസാക്ഷി മന്ദിരം പണിതതിനെതിരെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ രംഗത്ത്. യഥാർത്ഥ രക്തസാക്ഷികളെ അപമാനിക്കുകയാണ് ഇവിടെ CPM. ബോംബ് നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെട്ടവർക്ക് മന്ദിരം പണിതത് കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ ശുദ്ധിയെ പോലും ഇല്ലാതാക്കിയെന്ന് കമ്മ്യൂണിസ്റ്റുകാരനായ പാണ്ഡ്യാല ഷാജി പറയുന്നു. മദ്യപിച്ച് ഓടയിൽ വീണ് മരിച്ചവൻ, ക്രിമിനൽ പരിപാടിക്ക് പോയി പേട്ടടി വാങ്ങി മരിച്ചവൻ, വീട്ടുവഴക്കിൽ മരിച്ചവൻ, കള്ളുഷാപ്പിൽ നിന്ന് തല്ലുകൂടി മരിച്ചവൻ, ബോംബുണ്ടാക്കവെ മരിച്ചവർ, ഇവരെല്ലാമാണ് ഇപ്പോഴത്തെ രക്തസാക്ഷികളെന്നും പാണ്ഡ്യാല ഷാജി. കേരളത്തിലെ ഇടതുപക്ഷക്കാർ നിർബന്ധമായും ഇത് കേൾക്കുക. കാരണം ഒന്നാമത് എന്താ പറഞ്ഞാൽ ഇവർക്ക് ബേസിക്കായി രക്തസാക്ഷി എന്ന് പറയുന്ന വാക്കിന്റെ വിശുദ്ധിയും അതിന്റെ തീഷ്ണതയും പിന്നെ അതിന്റെ എന്താ പറയാ അതിന്റെ പിന്നെ പ്രകാശവും അതിന്റെ മനോഹാരിതയും ഒന്നും ഇവർക്ക് അറിയില്ല. ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രക്തസാക്ഷിത്വം, രക്തസാക്ഷികൾ എന്നൊക്കെ പറയുന്നതിന് വളരെ ഗംഭീരവും ഉജ്ജ്വലവുമായ പ്രൗഢമായ അർത്ഥത്തിലാണ് അത് പ്രയോഗിച്ചിരുന്നത്. അഥവാ വളരെ അടുത്ത കാലം വരെ അതിനെ പരിഗണിച്ചതും അങ്ങനെ തന്നെയായിരുന്നു. ഇവിടെ ഈ പാനൂർ സംഭവത്തിന്റെ അടിസ്ഥാനമാക്കിക്കൊണ്ടല്ല, അതിന് മുൻപുണ്ടായ സംഭവത്തെ ബേസ് ചെയ്ത് ആദ്യമായി നാം സ്വയം ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യം ആരാണ് രക്തസാക്ഷി എന്നതാണ്. എന്തുകൊണ്ടാണ് ഒരു രക്തസാക്ഷി ഉണ്ടാവുന്നത് എന്നാണ്. ഒരു രക്തസാക്ഷികൾ ഉണ്ടാവുന്നത്, ഇതാണ് ബേസിക് ആയിരിക്കുന്ന ചോദ്യം. ഈ ചോദ്യത്തിന്റെ ആദിമധ്യാന്തമായിരിക്കുന്ന ഒരു ഉത്തരം ഒരു വളരെ വിശുദ്ധമായ ഒരു പിന്നെ ലക്ഷ്യത്തിനായി സ്വന്തം ജീവിതം മറ്റുള്ളവർക്കായി സമൂഹത്തിനായി അവൻ ബലിയർപ്പിക്കുമ്പോഴാണ്, അതായത് ഭരണകൂട വിരുദ്ധമായ ഒരു വളരെ ജനാധിപത്യപരമായ സംഭവത്തിന് വേണ്ടി അവൻ സ്വന്തം ജീവൻ ബലി കൊടുക്കുമ്പോഴാണ് അത് രക്തസാക്ഷിയായി മാറുന്നത്. അതിനാണ് നമ്മൾ രക്തസാക്ഷിത്വം എന്ന് വിളിക്കുക. ഇവിടെ വരുന്ന സംഭവം എന്താന്ന് പറഞ്ഞാൽ വെള്ളം അടിച്ചിട്ട് ഓത്തിയിൽ വീണവൻ, പിന്നെ പേട്ടടി വാങ്ങി മരിച്ചവൻ, തമ്മാരുണ്ടാക്കിയ കുടുംബവഴക്കിനെ കുറിച്ച് പിന്നെ മരിച്ചവൻ, കള്ള് ഷാപ്പിൽ നിന്ന് അടികൊണ്ട് മരിച്ചവൻ, ഇവനെല്ലാമാണ് ഇപ്പൊ ഇവർ രക്തസാക്ഷി എന്ന് പറയുന്ന ഒരു പദത്തിനെ കൊണ്ടുപോയിട്ട് ഒരു ആഭാസമായി വെച്ച് കിട്ടുന്നത്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നൊരു ബേസിക് ആയിരിക്കും ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്താന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഇനി രക്തസാക്ഷികൾ ഉണ്ടാവില്ല, ഒരിക്കലും അതിനുണ്ടാവില്ല. കാരണം അത് ഒരു ഭരണാനുകൂല പാർട്ടിയായത് മാത്രമല്ല, അത് ഭരണകൂടത്തിന്റെ നടത്തിപ്പിനുള്ള ഒരു ഉപകരണമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പൊതുജനത്തിൻ്റെതായിരിക്കുന്ന വികാരങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികൾക്കെതിരെ സ്വാഭാവികമായി ഉയർന്നു വരുന്ന ജനകീയ സമരത്തിന്റെ മുന്നണി പോരാളിയായി പ്രവർത്തിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഇനി ഒരിക്കലും തന്നെ രക്തസാക്ഷികൾ ഉണ്ടാവില്ല. ഭരണകൂട വിരുദ്ധമായ ഒരു സമരത്തിന്റെ നായകത്വം ഏറ്റെടുക്കാൻ അതിനകത്ത് നിന്ന് ഒരു നേതാവ് ഇതിനകത്ത് പറക്കാനും പോകുന്നില്ല. ഇതുകൊണ്ട് തന്നെ CPM എന്നൊരു പാർട്ടിക്ക് രക്തസാക്ഷികൾ ഉണ്ടാവില്ല. പക്ഷേ കാലങ്ങളായി പറഞ്ഞു കേൾക്കുന്ന ഒരു ക്ലീഷയുടെ ഭാഗമായി ഈ ചെങ്കൊടി എന്ന് പറയുന്ന ചോര ചെങ്കൊടി എന്നൊക്കെ വിളിച്ച് വികാരപരമായി സംസാരിക്കുമ്പോൾ ആ സത്യത്തിൽ അങ്ങനെ രക്തം ചീന്താൻ മാത്രം താല്പര്യമുള്ള, അല്ലെങ്കിൽ സ്വന്തം ജീവൻ പിന്നെ കൊടുത്ത് പിന്നെ ഭൂമിയെ ചുവപ്പിക്കുന്ന, മനുഷ്യന്റെ സ്വപ്നങ്ങളെ ചുവപ്പിക്കുന്ന, മനോഹാരിതയിലേക്ക് എത്തിച്ചേരാൻ ആർജവമുള്ള ഒരു 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 പാർട്ടി ബോധത്തിലേക്ക് അതിനകത്ത് ആരും ഉയരുകയുമില്ല. ഇങ്ങനെ ഇല്ലാതാവുമ്പോൾ ഇവർക്ക് വാടകയ്ക്ക് രക്തസാക്ഷികളെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ചതിയിലൂടെ രക്തസാക്ഷികളെ ആവശ്യമുണ്ട്, പറ്റിപ്പിലൂടെ രക്തസാക്ഷികളെ ആവശ്യമുണ്ട്. നിർഭാഗ്യവശാൽ ഇങ്ങനെ വന്നിരിക്കുന്ന രക്തസാക്ഷിത്വമായി പോയി വാസ്തവത്തിൽ കൂത്തുപറമ്പിൽ നടന്നിരിക്കുന്ന വെടിവെപ്പിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടിരിക്കുന്നവരുടെ രക്തസാക്ഷിത്വവും അനാഥമായി തീരുകയാണ് ചെയ്തത്. കാരണം അത് മുഴുവൻ തന്നെ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും 5 സഖാക്കളെ പറ്റിക്കുകയായിരുന്നു വാസ്തവത്തിൽ. അവരെയും ഇന്ന് രക്തസാക്ഷിത്വം എടുക്കുമ്പോൾ ഈ രക്തസാക്ഷിത്വത്തിന്റെ ഒരു വിശുദ്ധിയില്ലാതെ വാസ്തവത്തിൽ അവർ ഉടഞ്ഞു പോവുകയാണ് ചെയ്തത്. നോക്കൂ, ഇവിടെ ഈ പാനൂരിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന സംഭവം പാനൂരിലെ പിന്നെ ചട്ടക്കട്ടിയിലെ ഒരു സംഭവത്തിന്റെ ഭാഗമായി വരുന്ന സാധനം ഇത്. ഇതിനകത്ത് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഈ കൊല്ലപ്പെട്ടിരിക്കുന്ന 2 പേരും പാർട്ടിയുമായി ബന്ധമില്ലെന്ന് പറഞ്ഞവരാണ്. എന്നാൽ ആ പ്രസ്താവന നടത്തി 15-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് എന്ത് വന്നിട്ട് പാർട്ടിയുടെ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P. ജയരാജനാണ് ഈ കൊല്ലപ്പെട്ടിരിക്കുന്ന നേരത്തെ കൊല്ലപ്പെട്ടിരിക്കുന്ന 2 പേരുടെയും ബോഡി ഏറ്റുവാങ്ങിയത്. അപ്പൊ ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ രക്തസാക്ഷികൾ ഉണ്ടാവാൻ മാത്രമുള്ള വിശുദ്ധി ഇല്ലാതാവുകയും മുൻകാലങ്ങളിലെ പിന്നെ വൈകാരികമായ അംശത്തെ നിലനിർത്താനും
ഈ ചുവപ്പ് എന്ന് പറയുന്ന സംഭവത്തിന്റെ മനോഹാരിതയെ ഇവരുടെ കൂളസംഘ ആവശ്യത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നതിനുള്ള ഒരു സംഭവമായിട്ട് ഒരാളുടെ ജീവനെ ഇവർ പരിഗണിക്കുകയാണ്, വിലക്ക് വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വിലക്ക് വാങ്ങുന്നതിന്റെ ഭാഗമായി വന്നിരിക്കുന്ന ഈ പറയുന്ന സംഗതിക്ക് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരിക്കലും തന്നെ രക്ഷസാക്ഷിത്വം അമരത്വം ആർജിക്കുന്ന രക്ഷസാക്ഷിയുടെ ഭാഗമാകാൻ ഇവർക്ക് സാധ്യമാവുകയുമില്ല. നോക്കൂ നിങ്ങൾ, ഇവർ കൊല്ലപ്പെടുന്നത് എങ്ങനെയാണ്? ശരിക്കും ബോംബ് ഉണ്ടാക്കുമ്പോൾ ചെതറിപ്പോയ കക്ഷികളായി രണ്ടുപേർ ബോംബ് ഉണ്ടാക്കുന്ന ആരെ കൊല്ലാനാണ്? ഏതെങ്കിലും ഒരു വർഗ്ഗശത്രുവിനെ കൊല്ലാനാണോ? ശരിക്ക് നമ്മുടെ പഴയ ഒരു ക്ലാസ് വാറിന്റെ സ്റ്റൈൽ ഇവർ എടുത്താൽ തന്നെയും ഒരു വർഗ്ഗശത്രുവിനെ കൊല്ലാനുള്ള ആയുധം സൂക്ഷിപ്പുകാരാണോ? ഏതെങ്കിലും ഒരു ജമ്മി തമ്പുരാനെതിരായിട്ട് സമരത്തിന്റെ ഭാഗമായിരുന്നോ? ഇതൊന്നുമല്ല. പകരം എന്താന്ന് പറഞ്ഞാൽ നാട്ടുംപുറത്ത് തങ്ങളെ എതിർക്കുന്നു എന്ന് പറഞ്ഞ് ഇവർ തന്നെ കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഇവരുടെ നേതൃത്വം കണ്ടെത്തിയിട്ടുള്ള ആളുകളെ ആക്രമിക്കാനും, പ്രത്യേകിച്ച് പരിവാറിനകത്തുള്ള ആളുകളെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്നതിന്റെ ഭാഗമായി നിർമ്മിച്ചിരിക്കുന്ന ഈ ബോംബ് പൊട്ടിയിട്ടാണ് ഈ രണ്ടുപേരെ അവിടെ കൊല്ലപ്പെടുന്നത്. അവർ ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നത് ചെയ്യുന്നത് എന്താ അറിയാം? ഇനി നോക്കിക്കോ നിങ്ങൾ, ഇതിനനുബന്ധമായി തന്നെ വരാൻ പോകുന്നത് ഈ വടകരയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ജസ്റ്റ് ഒരു മാസം മുൻപിൽ അവിടെ ഇതേപോലെ ഒരു ബോംബ് പൊട്ടിയിട്ട് ഒരാൾ മരിക്കുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തല്ലോ. ആ പരിക്ക് പറ്റിയിരിക്കുന്ന ആൾക്ക് 12 ലക്ഷം രൂപ കൊടുത്തു എന്നാണ് കേൾക്കുന്നത്. എത്രമാത്രം വസ്തുതാപരമാണെന്ന് എനിക്ക് അറിയില്ല. പരിക്ക് പറ്റിയിട്ട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്ന് പരിക്ക് പറ്റിയിരിക്കുന്നയാളെ തലശ്ശേരി കോപ്പട്ടി ആശുപത്രിയിൽ കൊണ്ടുപോയി അവരെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നും അവർക്ക് കാശ് കൊണ്ട് കൊടുത്തപ്പോൾ അവരെ കാശ് വാങ്ങാൻ തയ്യാറായിട്ടില്ല എന്ന് പറയുന്ന ഒരു വാർത്ത ഇതോടൊപ്പം കേൾക്കുന്നുണ്ട്. നാളെ ഇവരും എന്തായി തീരും? ഇവരും നാളെ ഇതുപോലെ രക്തസാക്ഷിത്വം എന്ന് പറയുന്ന സംഭവത്തിലേക്ക് അവിടെ വാസ്തവത്തിൽ രക്തസാക്ഷിത്വം എന്ന് പറയുന്ന സംഭവത്തിന്റെ മഹത്വത്തെ പരിഹസിക്കുന്ന മുഖമില്ലാതാക്കി തീർക്കുന്ന അങ്ങേയറ്റം വിരൂപന്മാരായിരിക്കുന്ന ആളുകൾ വാടകക്കെടുക്കുന്ന ഒരു സംഭവം മാത്രമായി ഈ രക്തസാക്ഷിത്വം അധപ്പതിക്കുകയാണ് വാസ്തവത്തിൽ ഈ പറയുന്ന കേരളത്തിൽ ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിനൊക്കെ ഏറ്റവും ഖേദകരമായിരിക്കുന്ന അവസ്ഥ. മറുഭാഗത്ത് വരുന്നത് എന്താണെന്നറിയോ? ഇതിന്റെ മുകളിൽ വരുന്ന ഫണ്ട് പിരിവാണ്. തീവട്ടിക്കൊള്ളയാണ് ഇതിന്റെ മേലെ നടക്കുന്നത്. ഈ പിരിക്കുന്ന പൈസ രക്തസാക്ഷിക്ക് കൊടുക്കുമെന്ന് പറയുമ്പോൾ സംഭവം എന്താണെന്ന് പറയുന്നത്, രക്തസാക്ഷിയുടെ കയ്യിലെ കുടുംബത്തിനൊന്നും ഈ കാശ് കൊടുക്കൊന്നുമില്ല. ഈ പണം കൊണ്ടുപോയിട്ട് ഇവർ നിശ്ചയിച്ചിരിക്കുന്ന ബാങ്കിനകത്താണ് ഇവർ സാധാരണ നിലക്ക് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ്. അതാണ്. എന്നിട്ട് അതിൽ നിന്ന് മാസത്തിൽ ആവശ്യമായിരിക്കുന്ന പലിശ ഇതിൻ്റെ അകത്ത് നിന്ന് ഇവർ വാങ്ങിയിട്ട് ജീവിച്ചുകൊള്ളുക എന്നുള്ളതാണ്. അപ്പോഴും പൈസയുടെ കസ്റ്റോഡിയൻ ആരാണ്? ശരിക്കും പണത്തിന്റെ കസ്റ്റോഡിയൻ അപ്പോഴും പാർട്ടി തന്നെയാണ്. അതായത് ഒരാളുടെ ജീവൻ ഇതുപോലെ പാതിരാത്രിയിലോ പാതിരാവിലോ കുത്തിമലർത്തിയിട്ട് കുടുംബത്തെ മുഴുവൻ അനാഥമാക്കിയിട്ട് ആ അനാഥത്വം പേറുന്ന കുടുംബത്തിന്റെ ചോരയിൽ നിർത്തിയിരിക്കുന്ന പണം പോലും തന്റെ പാർട്ടിയുടെ മൂലധനമാക്കി വെച്ച് കാശടിക്കുന്ന ഏർപ്പാടാക്കി വാസ്തവത്തിൽ രക്ഷാടുത്തത്തെ അപമാനിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ശരിക്കും ഇതിന്റെ ആവർത്തനം വടകരയിൽ നടന്നതിന്റെ മറ്റേ രണ്ടാമത് ഇത് തൊട്ടു മുമ്പിൽ നടന്നിരിക്കുന്ന സംഭവത്തിന്റെ തുടർച്ചയായിട്ട് ഇത് വരാൻ പോവുകയാണ്. അവിടെ ഫലത്തിൽ എന്താണെന്ന് പറഞ്ഞാല് ഇത് പൊതുജനങ്ങളെ മുഴുവൻ തന്നെ വിഡ്ഢികളാക്കി തീർക്കുന്ന ഒരു ഏർപ്പാടാണ് ഈ സാധനം. ഇനി നമുക്കൊരു വേറൊരു ചോദ്യം ചോദിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ രക്തസാക്ഷികൾ ആരാണ് എന്നുള്ളതാണ്. കേരളത്തിൽ പറയാവുന്ന ഒരു രക്തസാക്ഷി വയനാട്ടിൽ വെടിയുണ്ടേറ്റ് പടഞ്ഞു മരിച്ചു വിളിക്കുന്ന സഖാവ് വർഗീസാണ് ഒരു രക്തസാക്ഷി. രണ്ടാമത് വരുന്ന രക്തസാക്ഷിയുടെ പേര് പറഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു പേര് TP ചന്ദ്രശേഖരന്റെ പേരാണ് പറയുക. അല്ലാതെ നമുക്ക് രക്തസാക്ഷികൾ എന്ന് പറയുന്നവർ മുഴുവൻ തന്നെ CPM-വുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രക്തസാക്ഷികൾ പലരും തന്നെ വാസ്തവത്തിൽ എങ്ങനെ കൊല്ലപ്പെട്ടവരാണ് എന്നുള്ള പുനരന്വേഷണത്തിന്റെ സാധ്യതയിലേക്ക് കടക്കുമ്പോഴാണ് ഇതിൽ പല രക്തസാക്ഷിത്വങ്ങളും എന്തായി പോകുക, അനാഥമായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് കടക്കുക. കേരളത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു രക്തസാക്ഷിത്വമുള്ള സ്ഥലമാണ് തൃശ്ശൂര്. ആ തൃശ്ശൂർ അഴീക്കോടൻ രാഘവാട്ടന്റെ കൊലപാതകം. ഈ അഴീക്കോടൻ രാഘവാട്ടന്റെ കൊലപാതകം രക്തസാക്ഷിത്വം 1000 തവണ ആവർത്തിക്കുമ്പോഴും അഴീക്കോടൻ രാഘവാട്ടന്റെ കൊലപാതകത്തിനകത്തെ ദുരൂഹതകൾ ഇന്നും മാഞ്ഞു പോയിട്ടില്ല. ഇതുപോലെ തന്നെ എത്ര ആളുകൾ കൊല്ലപ്പെട്ടു പോയിരിക്കുന്ന മരിച്ചു പോയിരിക്കുന്ന ഒരു ആക്സിഡന്റ് മരിച്ചു പോയിരിക്കുന്ന സഖാവ് NS ഉണ്ട്. ഇതുപോലുള്ള ഒരുപടി സമയം ഇതിനൊക്കെ തന്നെ കൃത്യമായിട്ട് അന്വേഷണം നടക്കുകയാണ് എങ്കിൽ, വളരെ മാന്യമായി അന്വേഷണം നടക്കുകയാണെങ്കിൽ അതിനകത്ത് തന്നെ സ്വന്തം പാർട്ടിയുടെ എന്താ പറയാ ഒളിഞ്ഞിരിക്കുന്ന കൈകൾ ഉണ്ടായിരുന്നുവെന്നും ഒളിഞ്ഞിരിക്കുന്ന ബുദ്ധി ഉണ്ടായിരുന്നു എന്നുള്ള ഗൗരവമേറിയിരിക്കുന്ന വിമർശനങ്ങൾ ഇപ്പോഴും വളരെ കാര്യമായി സജീവമായി പൊളിറ്റിക്സിൽ മുടങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും എടുത്ത് പ്രയോഗിക്കാനോ അത് ചർച്ച ചെയ്യാനോ കേരളത്തിന് സാധ്യമല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇതെല്ലാം കോംപ്രമൈസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ വരികയാണ്. അവിടെ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ഇവരെ പോലുള്ള ആളുകൾക്ക് അപമാനിക്കാനുള്ള ഒരു പദപ്രയോഗമല്ല, അത് വിശുദ്ധിയുടെ അടയാളമാണ്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് തൂക്കി കൊല്ലപ്പെട്ടിരിക്കുന്ന അബൂബക്കർ അപ്പു ചിരുകണ്ഠൻ പൊടോര കുഞ്ഞമ്പു. ഇതിനകത്ത് അബൂബക്കറിന്റെ ഉമ്മ ആകാശത്ത് കാണുന്ന നക്ഷത്രത്തെ ചൂണ്ടിക്കാട്ടിയിട്ട് പറയുന്നുണ്ട്, മോനെ നിന്റെ ഉപ്പ അവിടെയുണ്ട് കേട്ടോന്ന്. അപ്പൊ ഇത് പറയാൻ മാത്രം, അതായത് ആകാശത്തിലെ നക്ഷത്രങ്ങളെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ മാത്രം ഉണ്ടായിരിക്കുന്ന അത്രയും മനോഹരമായിരിക്കുന്ന എന്താ പറയാ അത്ര കവിത്വമുള്ള ഒരു സംഭവം കൂടിയാണ് ഈ രക്തസാക്ഷിത്വം എന്ന് പറയുന്ന സംഭവമല്ലോ.
ഇതൊന്നും മനസ്സിലാക്കാതെ ഏതോ വഴിയിൽ പോയിരിക്കുന്ന ഒരാളെ കുരുതി കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കുകയും വാടകയ്ക്കെടുത്ത ആളുകൾ കൊലപ്പെടുത്താനുള്ള ഗ്രൗണ്ടുകൾ ഒരുക്കുകയും ചെയ്ത ശേഷം അത് പാർട്ടിയുടെ രക്തസാക്ഷിയാണ് എന്നും അത് നാട്ടിൽ പരിവാറിനെ ചെറുക്കാനുള്ളതാണ് അല്ലെങ്കിൽ മറ്റു സമ്പത്തെ ചെറുക്കാനുള്ളതാണെന്ന വ്യാജ നിർമ്മിതി ഉണ്ടാക്കി ചരിത്രത്തെ നിർമ്മിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഫലത്തിൽ സംഭവിക്കുന്നത് രക്തസാക്ഷിത്വം എന്ന് പറയുന്ന വിശുദ്ധമായ പദത്തിനെ വ്യഭിചരിക്കുന്ന ഒരേർപ്പാട് മാത്രമായി ചുരുങ്ങുകയാണ് അത് ചെയ്ത്. ഇത് വാസ്തവത്തിൽ മരിച്ചെങ്കിൽ പോലും ജീവിച്ചിരിക്കുന്നു എന്ന് പറയാവുന്ന രക്തസാക്ഷിത്വമുണ്ട്. അത്തരം രക്തസാക്ഷിത്വങ്ങളുടെ ഓർമ്മകളെ പോലും അപമാനിക്കുകയും അപഗതിക്കുകയും പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന മഹാവൃത്തി കെട്ടിരിക്കുന്ന ഒരു ഏർപ്പാടാണ് എന്നും അതുകൊണ്ട് അതിനാൽ ഇത് ഒരിക്കലും തന്നെ പ്രോത്സാഹിക്കപ്പെടേണ്ട ഒരു സംഭവമായിക്കൂടാ എന്നുമാണ് മേഡം എനിക്ക് സത്യത്തിൽ പ്രഥമ ദൃഷ്ടിയ എനിക്കിത് തോന്നുന്നത്. മേഡം ഈ പാർട്ടിയുടെ ഈ പറഞ്ഞ ഈ രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കിയ ഈ പർട്ടിക്കുലർ പാർട്ടിയുടെ ഭരണം എന്ന് പറയുന്നത് സംസ്ഥാനത്തൊട്ടാകെ ഒരു ഗുണ്ടായിസവും ആക്രമവും നൽകുന്ന അതുമാത്രം കൈമുതലായിട്ടുള്ള പാർട്ടി എന്നുള്ളത് പലതവണ നമ്മൾ കർമ്മയുടെ പ്ലാറ്റ്ഫോമിലൂടെ അങ്ങ് തന്നെ പല വിഷയങ്ങളിലും അവതരിപ്പിച്ചിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പോൾ ഇപ്പോ ഈ രക്തസാക്ഷി മണ്ഡപം ഇങ്ങനെ നിർമ്മിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു മൂല്യവും ഇനിയും അവകാശപ്പെടാനില്ലാത്ത എന്തെങ്കിലുമൊക്കെ അവസാനം ഒരാൾക്ക് ഉണ്ടാകും. പക്ഷെ അതുപോലും ഇല്ലാത്ത ഒരു പാർട്ടിയായി ഇത് സ്വയം അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയല്ലേ ഇപ്പോൾ ഈ പുതിയ സംഭവം സൂചിപ്പിക്കുന്നത്? തീർച്ചയായും. അതിനെന്താണ് ഇതിനെ ഒരു വളരെ ഇതായിട്ടൊരു വിഷയം എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ മലബാർ മേഖലയ്ക്ക് വളരെ തീഷ്ണമായ സമരപാരമ്പര്യങ്ങളുള്ള ഒരു ഏരിയയാണ് മലബാർ. കാരണം അത് പിന്നെ രണ്ട് വിഷയങ്ങളാണ്. ഒന്നെന്താ പറഞ്ഞാൽ ഫ്യൂഡൽ സംഭവത്തിന്റെ ഒരുപാട് ഘടനകളുണ്ടായിരുന്നു, വർഗ്ഗപരമായ അങ്ങനെ ഉണ്ടാകുന്ന ഒരുപാട് സമയത്തെ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണത്. അതുകൊണ്ട് തന്നെ ഇവിടെ നടന്നിരിക്കുന്ന സമരങ്ങൾക്കെല്ലാം തന്നെ തീഷ്ണമായ ഒരു എന്താ പറയാ രാഷ്ട്രീയ സ്വഭാവം ഉണ്ടായിരുന്നു. ഈ തീഷ്ണമായ രാഷ്ട്രീയ സ്വഭാവങ്ങളെല്ലാം തന്നെ കൈയൊഴിയുകയും അത് മുഴുവൻ തന്നെ കുടിപ്പകയുടെയും വാശിയുടെയും വെറുപ്പിന്റെയും ഭാഗമാക്കി അത് മാറ്റി തീർക്കുകയും ചെയ്തപ്പോ മേൽക്കോയ്മയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഭരിക്കാനുള്ള ഉപകരണം മാത്രമാണ് പാവം ജനങ്ങൾ എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ ഇതിനെ പുനഃസംഘാടനം ചെയ്തു. അങ്ങനെ പുനഃസംഘാടനം ചെയ്തപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ മൂല്യം നിലനിർത്താനും പഴയ സംഭവത്തിന്റെ ക്ലീഷേ പോലുള്ള ഓർമ്മകളെ നിലനിർത്താനും എന്ത് വേണം, ഇത്തരത്തിൽ വരാവുന്ന അസംബന്ധങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക അസമത്വങ്ങൾ ഇതിന്റെ ചാക്രീകമനത്തിലൂടെ കടന്നു പോകുന്ന സംഭവമായിട്ട് ഇവർക്ക് വ്യാഖ്യാനിക്കണം. അങ്ങനെ വ്യാഖ്യാനിക്കാൻ ഉപയോഗിക്കുകയും പ്രയോഗിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ നാം ആരും അറിയാതെ ഒരാൾ കുത്തി വളർത്തപ്പെടുന്നു. ആ കുത്തി വളർത്തപ്പെടുന്നവരെന്താകുക എന്ന് പറഞ്ഞാൽ അവര് വീരപരിവേഷം ചാർത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വീരപരിവേഷം ചാർത്തുന്നവരാണ് വാസ്തവത്തിലൂടെ രക്തസാക്ഷിയാവുന്നത്. ഇതാവട്ടെ ഇത് എപ്പോഴും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒരു നേതാവിന്റെ ചുഴിക്കുറ്റം പിടിച്ച അസുര ബുദ്ധിയിൽ നിന്ന് അയാൾ കുറിയിട്ട് വെച്ചിരിക്കുന്ന ഒരാളാണ് വാസ്തവത്തിൽ കൊല്ലപ്പെടുന്നത് എന്നുള്ളതാണ്. ആ കൊല്ലപ്പെടുന്നവർ ഒരിക്കലും അറിയുന്നില്ല ഞാൻ എന്തിനു വേണ്ടിയാണ് കൊല്ലപ്പെടുന്നത് എന്ന്. പക്ഷെ ഒരു രക്തസാക്ഷി എന്ന് പറയുമ്പോൾ ആ രക്തസാക്ഷി കൊല്ലപ്പെടുന്നത് വളരെ വിശുദ്ധമായ ഒരു കോസിന്റെ നോബിൾ കോസ്. ആ നോബിൾ കോസിന് വേണ്ടി നെഞ്ചു വിരിച്ചു നിന്ന് ബുദ്ധി കൊണ്ട് യുക്തി കൊണ്ട് തിളങ്ങുന്ന കണ്ണുകളോടെ ഏറ്റവും ചുരുട്ടിയിരിക്കുന്ന മുഷ്ടിയോടെ ഏറ്റവും ഉജ്ജ്വലവും തീഷ്ണവുമായിരിക്കുന്ന ഭാഷയിലൂടെ അവൻ സമൂഹത്തിലെ അനീതിക്കെതിരെ കലാപം ചെയ്യുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ എന്തായത് ഒരു സമൂഹത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു എന്താ പറയാ ഒരു പോരാളി, ഒരു മനുഷ്യനായി മാറുന്നത്. അതൊന്നുമല്ല ഇപ്പോഴും, അങ്ങനെ സംഭവമേ ഇപ്പോഴില്ല. ആകെ ഉള്ളത് എന്താണ്, അടിമകളായിരിക്കുന്ന കുറെ ആളെ നിർമ്മിക്കുകയും ഈ നിർമ്മിച്ചിരിക്കുന്ന ആളുകൾക്ക് കുറെ ആളുകളെ ഇതേപോലെ രക്തസാക്ഷികളുടെ പരിവേഷം ഉണ്ടാക്കാൻ കുറെ ആളെ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യുക. അങ്ങനെ കൊടുത്തു എന്നുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയാണ്, നേരത്തെ പറഞ്ഞാണത് ആവർത്തിച്ച് പറയാണ്, കൂത്തുപറമ്പിലെ ഈ 5 പേർ കൊല്ലപ്പെട്ടപ്പോൾ ആ കൊല്ലപ്പെട്ടു പോയിക്കുന്ന രക്തസാക്ഷിത്വത്തിന് ഒരിക്കലും രക്തസാക്ഷിത്വത്തിന് വിശുദ്ധി ഇല്ലാതായി തീരാൻ കാരണം അത് വളരെ കൃത്യമായിരിക്കുന്ന ആസൂത്രണ ഗൂഢാലോചനയിലൂടെ നടത്തിയിരിക്കുന്ന പ്ലാൻഡ് മേർഡറാണത്. പ്ലാൻഡ് മേർഡറാണ്. ആ 5 പേർ കൊല്ലപ്പെട്ടു. അതിൽ വലിയ സങ്കടമുണ്ട്, ദുഃഖമുണ്ട്, അത് വേറെ വിഷയം. പക്ഷെ എങ്കിൽ പോലും അവർ എന്തൊരാവശ്യത്തിനായിരുന്നു കൊല്ലപ്പെട്ടത് എന്ന ചോദ്യം ഇന്നത്തെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ അതിന് ലീഡർഷിപ്പ് കൊടുക്കുന്ന കുബുദ്ധി ഉണ്ടാക്കിയിരിക്കുന്നയാൾ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന വിചിത്രമായ വൈരുദ്ധ്യവും ഇതിന്റെ കൂടെ തന്നെ കിടക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മളിത് ഒരു സംഭവത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഡിവൈഎഫ്ഐക്കാരൻ എന്തുകൊണ്ടാണ് ഇപ്പൊ ഏറ്റവും പ്രക്ഷുബ്ധമായിരിക്കുന്ന ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കാൻ പറ്റാത്തത്? കാരണം അവന് മുദ്രാവാക്യങ്ങളില്ല എന്നുള്ളതാണ്. അത് കാരണം എന്താന്ന് പറഞ്ഞാൽ CPIM അത് കൃത്യമായും ഒരു ഭരണവർഗ പാർട്ടിയായി മാറിയിരിക്കുന്നു. ഒരു ഭരണവർഗ പാർട്ടിയായി മാറുകയും ഒരു ഭരണകൂടത്തിന്റെ എല്ലാ വൃത്തികേടുകളെയും അസംബന്ധങ്ങളെയും അനീതികളെയും
അത് കൃത്യമായി കൊണ്ടു നടക്കുന്ന, അതിനെ ഗർഭം ധരിച്ചിരിക്കുന്ന, വീണ്ടും വീണ്ടും ഗർഭം ധരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഘടന മാത്രമായി മാറിയപ്പോ അതിനകത്ത് നിന്ന് ഒരിക്കലും തന്നെ ഇനി അതിനകത്ത് നിന്ന് ഒരു വിശുദ്ധനായിരിക്കുന്ന ഒരു രക്തസാക്ഷി ഉണ്ടാവില്ല. ആ പാർട്ടി വാസ്തവത്തിൽ എന്തായാലും സഹാറ മരുഭൂമി പോലെ അത് ഊഷരമാക്കപ്പെട്ടിരിക്കുന്ന പാർട്ടിയാണ്. കാരണം അതിന് ജീവനില്ലാതായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തീക്ഷ്ണമായ ചിന്തയും അതിനകത്ത് ഉണ്ടാവില്ല, തീക്ഷ്ണമായ മുദ്രാവാക്യം അതിന് വിളിക്കാൻ പറ്റില്ല, ഒന്നും വിളിക്കാൻ പറ്റില്ല. അങ്ങനെ വിളിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിന്ന് ആ പാർട്ടി വാസ്തവത്തിൽ എന്താ പറയുക, പൊതുജനങ്ങൾ ഒറ്റപ്പെടുമെന്ന് മാത്രമെന്നല്ല, അതൊരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അത് വളരെ കൃത്യമായി അത് റിവീൽ ചെയ്യപ്പെടാൻ പോകുന്ന ഒരു 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 എന്താ പറയാ ഒരു സന്ദർഭവും കൂടി വരാനിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ രക്തസാക്ഷികളെ ഇപ്പോ ഇത് ഒരു വർഷത്തിന് ശേഷം 2 വർഷത്തിന് ശേഷമാണ് ഇപ്പൊ ഇത് കൊടുക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ഇത് അടുത്ത വടകരയിൽ നടന്നിരിക്കുന്ന സംഭവത്തിന്റെ ഭാഗം വന്നിരിക്കുന്ന അന്ന് ഇവിടെയും നടന്നിരിക്കുന്ന ഒരു ബോംബ് സ്ഫോടനം ഉണ്ടല്ലോ, ആ ബോംബ് സ്ഫോടനത്തിന്റെ ഭാഗമായി വന്നിരിക്കുന്ന ഒരു സംഭവത്തിനും ഇതേപോലെ ഉണ്ടായിരിക്കുന്ന ഒരു നാടകം പ്രതീക്ഷിക്കാം. പക്ഷേ അത് ചെയ്യാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു ആരോഗ്യം ഈ തെരഞ്ഞെടുപ്പ് ശേഷം ആ പാർട്ടിക്ക് ഉണ്ടാകുമോ എന്ന് കണ്ടുകൊണ്ട് അറിയണമെന്നാണ് മാഡം എനിക്ക് തോന്നുന്നത് കേട്ടോ.